Hey guys, welcome back to Kaushik Official YouTube channel. അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ ഉള്ളത് സിംഗപ്പൂരാണ്. നിങ്ങൾ കഴിഞ്ഞ വ്ളോഗൊക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് സിംഗപ്പൂർ നമ്മളൊന്ന് മൊത്തം ഒന്ന് ചുറ്റിക്കറങ്ങാന്ന് വിചാരിക്കുകയാണ്. ബാക്കി എല്ലാവരും പോയിട്ടോ, ശ്രീനാഥേട്ടനും പിന്നെ ഓർക്കസ്ട്രേൻ്റെ അവരൊക്കെ പോയി. അപ്പോൾ എനിക്കിവിടെ നമ്മുടെ ടോപ്പ് സിംഗറിലെ വിന്നറായ സീതാലക്ഷ്മിയുടെ അച്ഛൻ ഇവിടെയാണ്, സിംഗപ്പൂരിലാണ്. അപ്പോൾ പ്രകാശ് അങ്കിള് പിന്നെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ നാളെ പോവുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങാനുള്ള ടൈമുണ്ട്. പിന്നെ രേഷ്മ ചേച്ചി ഉണ്ട്. രേഷ്മ ചേച്ചി സിംഗറാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം സിംഗപ്പൂരിലെ കുറച്ച് കാഴ്ചകളും ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇപ്പം തന്നെ പറയാണ്, ഞാൻ അങ്ങനെയൊന്നും പറയാറില്ല, പക്ഷെ നിങ്ങൾ കുറച്ച് പ്രശ്നമാണ്, നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്യാൻ മടിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പറയാണ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യില്ലെങ്കിൽ ഇപ്പം തന്നെ മസ്റ്റായിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. പിന്നെ ഓൾ സെറ്റായിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നേരെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങണം. പ്രകാശ് അങ്കിൾ ഇപ്പം എത്തുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സിംഗപ്പൂർ വിശേഷങ്ങൾ കാണാം. റെഡി? അപ്പോൾ ഗൈസ് നമ്മൾ വണ്ടി കയറിയിരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരായിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതേ രേഷ്മ ചേച്ചി ഉണ്ട്. സെറ്റല്ലേ? ഇന്നലത്തെ ഷോ എങ്ങനെ ഉണ്ടായിരുന്നു? നമുക്ക് ഷോ എങ്ങനെ ഉണ്ടായിരുന്നുള്ള നമുക്ക് സീതയുടെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കാം. പ്രകാശ് അങ്കിൾ അടിപൊളിയായിരുന്നു ഷോ. ഇന്നലെ അടിപൊളിയല്ലായിരുന്നു മോനെ, ഇത് പൊളിച്ചില്ലേ? എല്ലാവരും പൊളിച്ചു. സൂപ്പർ ഷോ ആയിരുന്നു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. സൂപ്പർ അടിപൊളി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് സിംഗപ്പൂര് ഇവരെ നമ്മള് കറക്കി പൊളിച്ച് കറക്കിട്ടിരിക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിവിടെ ഞങ്ങളുടെ പേരെന്തായിരുന്നു? കെ കെ അങ്കിൾ കൃഷ്ണകുമാർ അങ്കിൾ. അപ്പോൾ ഞങ്ങളെ പൊളിക്കാം ഇന്നത്തെ ദിവസം. ഓക്കെ, അപ്പോൾ ഞങ്ങള് നേരെ ഇപ്പൊ നമ്മൾ എങ്ങോട്ടാ പോകുന്നു? ഫ്ലവർ ഡോം. യെസ്, ലെറ്റ്സ് ഗോ. എടുത്ത സ്ഥലങ്ങളാണ്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഞാൻ വരുന്ന കാലത്ത് 99 ഇത് കടലോ. ആ വീഡിയോ കണ്ടാ അറിയാം. പേപ്പറിൽ കുറെ ഫോട്ടോസ് ഒക്കെ എടുക്കണം, സെറ്റാക്കണം. ഹായ് രേഷ്മ ആൻറ്റി, സുഖാണോ? ഗൈസ് ഇന്നലെ എൻ്റെ അടുത്ത് പറയുകയാണേ, ഞാൻ നിന്നെക്കാട്ടും വയസ്സ് കൂടുതലാണ്. അപ്പൊ ഇനി എന്നെ 12 വയസ്സ് കൂടുതലുള്ള കിളവിയാണിത്. കിളവി തമ്മിൽ സിംഗപ്പൂർ ഔട്ട് ഇൻ കിളവി. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പോയാ അവര്. നമുക്ക് കുറച്ച് ഫോട്ടോ അവിടെ തന്നെ എടുക്കാൻ പറ്റുമോ? ഇല്ല അവര് നമ്മളെ കാണാണ്ടാവുമോ? നോക്കാം. റെഡി? മോനെ ഗായ്സ്, സീൻ ഒരു രക്ഷയില്ലട്ടാ. ഇവിടെ ഇപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഓരോ ഫ്ലവറിൻ്റെ ഒക്കെ മുറിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയാണ്. കാണണ്ട. ഇവിടെ സത്യം പറഞ്ഞാൽ ഞാനല്ലായിരുന്നു വരേണ്ടത്. അച്ഛനും അമ്മയും കണ്ടിരുന്നെങ്കിൽ ഫസ്റ്റൊക്കെ അവരിപ്പോൾ ഫ്ലൈറ്റ് എടുത്ത് വന്നതാണ്. എന്ത് രസമായിട്ടുള്ള ഓരോ പൂക്കളാണ്. രേഷ്മ ഗൈസ്, ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സമയം ഏകദേശം ഒരു ഉച്ച 12 മണിയായ നല്ലൊരു വെയിലുള്ള സമയമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ വരാൻ കാരണം വെച്ചാൽ ഇത് ഫുൾ AC-ലാണ് ഉള്ളത് മൊത്തം. അതുകൊണ്ട് കുഴപ്പമില്ല. യെസ്, ഫുൾ ചില്ലാണ്. ഇവിടെ ഏകദേശം 1 മണിക്കൂർ മൊത്തം നടന്ന് കാണാനുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് പോകാം. സിംഗപ്പൂർ എവിടെ കറങ്ങി വന്നാലും കാണുന്ന ബിൽഡിംഗ്. ഞങ്ങൾ ഇന്നലെ തന്നെ ഒരു 6 പ്രാവശ്യം കണ്ടു. യെസ്, ആ ബിൽഡിംഗ്. ഓക്കെ, പോകാം.
മൊത്തം കിട്ടിയില്ല ഫ്ലവേഴ്സ് ആണ് കേട്ടോ. ഒരു രക്ഷയില്ല. ഒന്ന് പറിച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും എന്നെ പോലീസ് പിടിച്ച് കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമ്മളിപ്പോൾ താഴത്തെ ഫ്ലോറിൽ എത്തിയേക്കുവാണ്. അപ്പോൾ താഴത്തെ ഫ്ലോറിൽ എല്ലാം ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള സ്ഥലമുണ്ടെന്നാണ് തോന്നുന്നത്. ഇത് എവിടെ നോക്കിക്കഴിഞ്ഞാലും കിഡിലെ ഫ്രെയിം, അതാണ് ഇവിടുത്തെ പ്രത്യേകത. സത്യം പറഞ്ഞാൽ ഇവിടെ അച്ഛനും അമ്മയൊക്കെ ആയിരുന്നു വരണ്ട. സത്യം പറഞ്ഞാൽ കിഡിലും വേറെ ലെവൽ, പൊളി പൊളി പൊളി. അപ്പോൾ ഗൈസ് നമ്മൾ ഏകദേശം മൊത്തം ഇത് ചുറ്റിക്കറങ്ങി. ഒരു രക്ഷയില്ല. കാണാത്ത ഫ്ലവർ ഇല്ല അല്ലേ? മൊത്തം കളറുമില്ല, ഒന്നുമില്ല. അതിന്റെ ഇടയിൽ നൈസായിട്ട് ഞാനൊരു കവർ സോങ്ങും എടുത്തു, ഒന്നേനും സെറ്റാക്കി. പിന്നെ ചേച്ചിക്ക് ഒരു റീല് മറ്റേ ഗുൺഗുണായ അവസാനം. അപ്പോൾ ചേച്ചിയുടെ റീൽസ് കാണാത്തവർ മറ്റേ ഇൻസ്റ്റാഗ്രാമിന്റെ ഐഡി പറഞ്ഞ യെസ് ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, ലൈക്ക് ചെയ്യണം. പിന്നെ കമന്റ് ഇട്ടോ, കൗശിക്കിന്റെ ചാനൽ കണ്ടു വന്നതെന്നുള്ള കമന്റ് ഇട്ടോ. ഓക്കെ, അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചേച്ചി റിപ്ലൈ തരും, ചിലപ്പോൾ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് നൈസായിട്ട് ഇറങ്ങാൻ പോവാണ്. ഇവിടെ ഏകദേശം മൊത്തം കണ്ടു. ഒരു രക്ഷയില്ലാത്ത പ്ലേസ് ആണ് കേട്ടോ, അടിപൊളി. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. പ്രകാശങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇത്രയൊന്നും പ്രതീക്ഷയില്ല. ഇങ്ങനെ കവർ സോങ് എടുക്കുമെന്ന്. ക്ലൗഡ് ഫോറസ്റ്റ് അടുത്ത നമ്മൾ ക്ലൗഡ് ഫോറസ്റ്റ് പോകും. അതിനേക്കാൾ അടിപൊളിയാണ്. ആഹാ, അടിപൊളി. സെറ്റ് സെറ്റ്, ലെറ്റ്സ് ഗോ. പതുക്കെ പതുക്കെ ആയിക്കോട്ടെ. Guys, just looking like a wow. Guys, ഇതിനെപ്പറ്റി ഒന്നും പറയാനില്ല അല്ലേ? മറ്റേ ബാഹുബലി ആ സംഭവം. Guys, see. Yay. ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് ക്ലൗഡ് ഫോറസ്റ്റിന്റെ ഏറ്റവും മേലാണ് കേട്ടോ. ഏറ്റവും മേലെ. ഞാൻ ഇതിന്റെ താഴേക്കുള്ള വ്യൂ ഒന്ന് കാണിച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന്റെ ഏറ്റവും മേളിലാണ് ഉള്ളത്. ഇവിടുന്ന് താഴെ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓക്കെ, സെറ്റ്. ഇവിടുത്തെ മറ്റേ ഇങ്ങനെ നടക്കല്ലായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഊരിപ്പോകുന്ന സ്ഥലം, മറ്റേ വണ്ടർലാങ്കിലൊക്കെ അങ്ങനെ അതായിരുന്നു സീൻ കേട്ടോ. സീൻ സ്ഥലം. ഇത് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. അത് അവിടെ ഒരു ഫ്രെയിം ഉണ്ട്. എവിടെ നോക്കിക്കഴിഞ്ഞാലും റിച്ച് ഫ്രെയിം, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളൊരു ഫ്രെയിം കണ്ടുവച്ചിട്ടുണ്ട്. അവിടെ പോയി ഒരു ഫോട്ടോ എടുത്തിട്ട് വരാം. ഓക്കെ, ഗൈസ്, ഇനി നമ്മള് ലൈറ്റ് ഷോ സംതിങ് എന്തെല്ലാം ഉണ്ട്. ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചിട്ടൊരു 3D നമ്മൾ നടക്കുമ്പോ അതാ നടന്നേ. നമ്മള് വെള്ളത്തിൽ കൂടെ നടക്കുന്ന പോലെയാ. നമ്മള് ഫുഡൊക്കെ കഴിച്ച് തളർന്ന് മത്ത് പിടിച്ച് ഉറക്കത്തിൻ്റെ ഒക്കെ ഒരു മൂഡിലാണ് ഉള്ളത്. പക്ഷെ ആ സമയത്തായിരുന്നു നമ്മുടെ മനസ്സിൽ വന്നു കയറിയത്. സിംഗപ്പൂർ വന്നിട്ട് ഇവിടെ ഒരു ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലാൻഡ് മാർക്ക് ഉണ്ട്. അത് കാണാതെ പോയാൽ അത് വളരെ വലിയൊരു നഷ്ടമാവുമെന്നാണ്. തീരാ നഷ്ടം. യെസ്. അപ്പം എങ്ങോട്ടേക്കാണ് പോകുന്നത്? നീ പറ. മെർലിൻ. യെസ്. അപ്പൊ അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കണം. കുറച്ച് ഹിസ്റ്ററി പറ മെർലിന്റെ. 1964 ഇതിവിടെ ആദ്യമായിട്ട് ഇവിടെ പ്രദർശിപ്പിച്ചത്. അതിന്റെ താഴെ മെർമെയ്ഡും മേലെ ലയണുമാണ്. ഇതാണ് ചേച്ചി പഠിപ്പിച്ചു തന്നത്. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. ലെറ്റ്സ് ഗോ. കിടിലം പ്ലേസ് കേട്ടോ. ഇവിടെ നൈറ്റ് ഫയർ വർക്ക്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് കാണാനാവോ നോക്കണം.
രേഷ്മ ആൻറ്റീനെ നമുക്ക് എയർപോർട്ടിലേക്ക് കൊണ്ടുവിടണം. ആൻറ്റി അല്ല അനിയത്തി. അപ്പോൾ രേഷ്മ അനിയത്തി കുട്ടീനെ നമുക്ക് എയർപോർട്ടിലേക്ക് കൊണ്ടുവിടണം. സോ നമ്മൾ അങ്ങോട്ടേക്ക് പോകണം കേട്ടോ. അവിടെ ആരൊക്കെയോ റീൽസൊക്കെ എടുക്കുന്നുണ്ട്. നമുക്കും പറ്റുവാണെങ്കിൽ റീൽസൊക്കെ എടുക്കാൻ നോക്കണം. എവിടെ? ആഹാ, നല്ല പേടത്തുള്ള ചേച്ചി നല്ല അടിപൊളിയായിട്ടിരുന്ന് റീൽ അടിക്കുന്നു. റീലെന്നല്ലേ ഇത്, മറ്റേ പാട്ടിട്ട് കൊടുത്താൽ മതി. താകൃതാളെന്നല്ല താകൃത. അപ്പൊ ഗൈസ് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ ഇവിടുന്ന് എടുത്തു അല്ല. അതെ, നമ്മള് മറ്റേ ബിൽഡിംഗ്, നിങ്ങൾ ബാക്ക് കാണുന്ന ഈ വലിയ ബിൽഡിംഗ് ഇല്ലേ, അത് ഞങ്ങൾ പൊക്കി. ഞങ്ങൾ കാണുന്നതിനോട്ടൊന്നല്ല, വേറെ ലെവൽ. ആ ഫോട്ടോ ഇപ്പൊ വരും. ആ ഫോട്ടോ ഇപ്പൊ നിങ്ങൾക്ക് കാണാം സൈഡിൽ. ഇതാ ഇവിടെ 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 എവിടെയെങ്കിലും കാണാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി പോകുന്നതെന്ന് വെച്ചാൽ സിംഹം, മെർലയൻ. Yeah. നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന സിംഹം തുപ്പുന്ന സ്ഥലത്തേക്ക് പോവാണ്. റെഡി? ഓക്കെ, മെർലൈൻ, ലെറ്റ്സ് ഗോ. ഗൈസ്, നമ്മൾ അതിന്റെ അടുത്തെത്തിയേക്കുവാണ്. നമ്മുടെ സ്വന്തം സിംഹം. സിംഹം കുറെ വെള്ളം കുടിച്ചു, കുറെ വെള്ളം കളയുകയാണ്. എടാ ഇങ്ങനൊന്നും പറയല്ലേ, നിന്റെ എയറിലാക്കും മെർലി. കിട്ടിയില്ല. ഇവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ. കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു, പിന്നെ ഫോട്ടോ ഒക്കെ എടുത്തു. നമുക്ക് അതിൻ്റെ മെയിനൊരു വ്യൂ കിട്ടുന്ന സ്ഥലത്തേക്ക് നമുക്ക് പോകാം, ചെന്ന് നോക്കാം. നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുമെന്നുള്ളത്. എന്താണെങ്കിൽ ഈ ആൾക്കാരെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല തിരക്കാണെന്ന്. ഇതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള സിംഗപ്പൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ മനസ്സിൽ വരുന്ന ഈ ഒരു സംഭവമാണ് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയത്. ഇതാണ് നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചെന്ന് നോക്കാം കേട്ടോ. ഇത് അവിടുത്തെ ഒരു വ്യൂ, ആ ബിൽഡിങ്ങും ഒക്കെ കിട്ടും നമുക്ക്. അങ്ങനെ ചെന്ന് നോക്കാം. ലെറ്റ്സ് ഗോ. ഇവിടുത്തെ ഇറക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് എന്താണ് ഇത് അവസ്ഥ? ഒരു ഫംഗ്ഷന് പോയിട്ടുണ്ട്. മഴയുണ്ടോ തോന്നുന്നു. ഇടിയടിക്കുന്നുണ്ടാ? മഴ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ അങ്ങോട്ട് ആ തിരക്ക് ഇവിടുത്തെ. ഇതാണ് നമ്മൾ പറഞ്ഞ സാധനം, മെർലൈൻ. യെസ്, ഇവിടെ വർഷമായിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇവിടെ മാക്സിമം കുറച്ച് നേരം കുടിച്ച് തീർക്കാൻ നോക്കി, പക്ഷെ പറ്റിയില്ല. എൻ്റെ വയറ് നിറഞ്ഞേ ഉള്ളൂ. ഓക്കെ, അപ്പൊ സിംഗപ്പൂർ വരാണെങ്കിൽ ഈ സ്പോട്ട് മിസ്സാക്കരുത്. എല്ലാവരും ഇവിടെ വരാനായിരിക്കും മിക്കവാറും. ഇത് മിസ്സാക്കാണ്ട് വേറെ എവിടെ പോകില്ലല്ലോ. അപ്പോൾ എല്ലാവരും സിംഗപ്പൂരിൽ വരിക, സിംഹത്തിനെ കാണാൻ പോവാ. ഓക്കെ, ഡൺ, സെറ്റ്. അപ്പോൾ നമുക്ക് രേഷ്മ ആൻറ്റീനെ എയർപോർട്ടിലേക്ക്, സോറി രേഷ്മ അനിയത്തിക്കുട്ടീനെ നമുക്ക് ഇവിടെ എയർപോർട്ടിൽ കൊണ്ടുവിടണം. അപ്പോൾ അതാണ് നമുക്ക് അടുത്ത പ്ലാൻ. അപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് അയക്കാം. ഓക്കെ, സെറ്റ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഫൈനലി എയർപോർട്ടിൽ എത്തിയേക്കാണ്. രശ്മി ചേച്ചിയെ കൊണ്ടുവിടാൻ പോവുകയാണ്. അപ്പോൾ അതിനു മുന്നേ നമ്മളിവിടെ പോവാണല്ലേ, സിംഗപ്പൂരത്തെ മെയിൻ സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു? ജ്വൽ. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് പോവാണ്. രശ്മി ചേച്ചി ഇന്ന് നേരെ ട്രിവാൻഡ്രത്തേക്ക് പോവാം. യെസ്, ഞാൻ നാളെ. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. ലെറ്റ്സ് ഗോ. ഇതൊരു സംഭവമാണ് കേട്ടോ. ഇത് അങ്ങോട്ട്